സർവശക്തനും മാതയുമായ കർത്താവ് ദിവസത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവ് അവിടുത്തെ അമ്മയുടെ മധ്യസ്ഥൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിലൊക്കെയും നോമ്പനുഷ്ഠിപ്പാനും ആ മാതാവിന്റെ മധ്യസ്ഥൽ അഭയം പ്രാപിപ്പാനും തക്കൊണ്ട് ഇട മുഴുവനായും അവിടുന്ന് സഹായിച്ച കൃപയ്ക്കായിട്ട് നിന്നെ സ്തുതിക്കുന്നു. കർത്താവ് നിന്റെ മാതാവിന്റെ മധ്യസ്ഥയായി ഞങ്ങളുടെ ദേശത്തെയും ഇടവകയെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. നാളത്തെ കുർബാനയോട് ചേർന്ന് നൽകുവാനിരിക്കുന്ന പാചകനേർച്ച ഞങ്ങൾ തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. അല്പമേ അധികമായി ഇതുമായി സഹായിക്കാൻ സഹകരിച്ചിട്ട് എല്ലാവരും ഞങ്ങൾ തൃക്കരങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവ് എല്ലാവരുടെയും പ്രയത്നങ്ങളെ അവിടുന്ന് സ്വീകരിക്കണമേ. അവരുടെ ഫലങ്ങൾക്ക് അവരുടെ പ്രയത്നങ്ങൾക്ക് 30, 60, 100 ഇരട്ടിയായി അവിടുന്ന് പ്രതിഫലം നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഈ പാചകം ചെയ്യുന്ന എല്ലാ കരങ്ങളെയും അവിടുന്ന് ബലപ്പെടുത്തണമേ. ഏറ്റവും രുചികരമായും അനുഗ്രഹത്തോടു കൂടി ഇത് പാചകം ചെയ്യുവാൻ തക്കൊണ്ട് അവിടുന്ന് സഹായിക്കണമേ. കർത്താവിന്റെ വചനം കേൾക്കുവാൻ നിന്റെ അടുത്ത് വന്നിട്ടുള്ള ആളുകളെ നീ വെറുതെയായി വിടാതെ അവരെ ഭക്ഷിച്ച് തൃപ്തരാക്കി അവിടുന്ന് പറഞ്ഞു വിട്ടതുപോലെ തിരുമേ നാളെ വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് ഈ പാചകം സ്വീകരിക്കുന്നവർ തൃപ്തരായി ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുവാൻ തക്കൊണ്ടിടയാകണമേ. കാനാവിലെ വിരുദ്ധഭാഗത്തിലെ കുറവിനെ നികത്തിയതുപോലത്തേക്ക് ഉണ്ടാകാവുന്ന എല്ലാ കുറവുകളെ അവിടുന്ന് പരിഹരിക്കണമേ. ഏറ്റവും രുചികരമായി ഇതായി തീരുവാൻ തക്കണം അവിടുത്തെ കാര്യം നിന്റെ മക്കളോടുകൂടി പ്രവർത്തിക്കണമേ. എല്ലാ കാര്യങ്ങളും ദൈവമായ സാന്നിധ്യ ഉപദേശം ആലോചനയും കൂട്ടായിരിക്കണം. ഞങ്ങളെന്നാളും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി സ്തോത്രം സമർപ്പിക്കാനായിട്ട് തന്നെ ഭക്തർകഴ്ച ഭാജനമേ നിർത്തിയെടുക്കതേ മാതാവേ ഞങ്ങൾക്കായി ഞങ്ങൾ യാതൊരു തോന്നിയിടാതെ പരിപാലിക്കും പരിശുദ്ധന്മാരെ നിങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും ഒരു നാമത്തിൽ ജീവനം ജീവിപ്പിക്കുന്ന മാസ്ലീബായുടെ അടയാളത്താൽ നേർച്ചയ്ക്കായി സമർപ്പിച്ചിരിക്കുന്ന ഈ ആഹാര സാധനം വാഴ്ത്തി ശുദ്ധീകരിക്കപ്പെടുന്നു. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധയുടെ സംബന്ധമാവാസനാം എല്ലാവരുടെ മേൽ ഈ യജ്ഞോമ്പിൽ അല്പമായ അധികമായി സഹായിക്കുന്നവരോടുകൂടിയും ഈ പാചകം നിർവഹിക്കുന്ന മക്കളെല്ലാവരോടുകൂടിയും സഹകരിക്കുന്നവരോടുകൂടി ഇപ്പോഴെല്ലായ്പ്പോഴും നിലനിൽക്ക് ഉണ്ടായിരിക്കട്ടെ. നമുക്ക് ഈ പ്രാവശ്യം ഈ പാചകം നേർച്ച തയ്യാറാക്കുവാൻ തക്കവണ്ണം വന്നിട്ടുള്ളത് ചെങ്ങന്നൂർ ഇടവകമായ ഷാജിയും അദ്ദേഹത്തോട് ചേർന്നുള്ള അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുമാണ്. ചെങ്ങന്നൂർ ദേവാലയത്തിൽ എല്ലാ വർഷവും ഈ കാര്യങ്ങളൊക്കെ അനുഗ്രഹത്തോടുകൂടി ചെയ്തിട്ടുള്ള ആളാണ് ഷാജി. നിങ്ങൾക്കറിയാം, പള്ളിയുടെ കൂദാശയുടെ സമയത്ത് ഏതാണ്ട് 10 ലക്ഷം രൂപയുടെ ഫുഡ് കമ്മിറ്റി ഫുഡിന്റെ ചെലവുണ്ടായിരുന്നു. 13 ദിവസവും വന്നവർക്കൊക്കെ ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്കുകയും അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ചെയ്ത് ഷാജി കൺവീനറായിട്ടുള്ള ഒരു വലിയ കമ്മിറ്റിയായിരുന്നു. ദൈവം അദ്ദേഹത്തെ ആ കാര്യത്തിലൊക്കെ വളരെ ഉപയോഗിച്ചിട്ടുണ്ട്. പ്രത്യേകമായിട്ട് നമുക്കിവിടെ ഇപ്രാവശ്യം പാചക നേർച്ചയാണ് നൽകുന്നത് പറഞ്ഞപ്പോൾ നമുക്ക് അതിനെ പറ്റിയ ആളിനെ നമ്മളിവിടെ തിരക്കെങ്കിലും കിട്ടിയില്ല. ആ സമയത്താണ് ഷാജി ദിവസം ഇവിടെ വരികയും ആ കാര്യത്തിൽ സ്വയമായിട്ട് ഈ വർഷം ഞാനിവിടെ വന്ന് ആ കാര്യങ്ങളൊക്കെ ചെയ്തു തരാമെന്ന് സമ്മതിക്കുകയും ചെയ്ത് പ്രത്യേകമായിട്ട് നമ്മുടെ ഇടവകയിലേക്ക് വളരെ സന്തോഷത്തോടെ ഷാജിയെയും സഹപ്രവർത്തകരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഏവരുടെയും പൂർണ്ണമായ സഹായവും സഹകരണവും ഒക്കെ ഇക്കാര്യത്തിൽ ആവശ്യമാണ്. 600 പേർക്കുള്ള പാചക നേർച്ചയാണ് നമ്മൾ ഈ പ്രാവശ്യം തയ്യാറാക്കുന്നത്. 600 കണ്ടെയ്നർ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ അനൗൺസ്മെന്റ് ഒക്കെ ശ്രദ്ധിച്ചു കാണും. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നമുക്ക് പൂർത്തീകരിക്കാനും ആളുകളൊക്കെ ഭക്ഷിച്ച് തൃപ്തരായി പോകാൻ തക്കവണ്ണം നമ്മുടെ ഏവരുടെയും പ്രാർത്ഥനാപൂർവമായ സഹകരണം ഈ സമയത്ത് ഞാൻ ആവശ്യപ്പെടുക. ഷാജി ഒന്ന് നമ്മുടെ ചെങ്ങന്നൂർ പള്ളിയുടെ അടുത്ത് തന്നെ ഒരു ബേക്കറി അദ്ദേഹം നടത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മകനും ഒക്കെ കാര്യത്തിന് എത്തിച്ചു. അവിടെ എല്ലാം റെഡിയാണോ അല്ലേ? ഒരു ചെറിയ ആരോഗ്യം